currently busy. Please. ആശ്രയ, ആ പറയ്. നമുക്കിത് നേരിട്ട് കണ്ട് സംസാരിച്ചാ പോരെ? ജിതിൻ, എനിക്ക് നിന്നെ കാണണ്ട. ഐ സ്റ്റിൽ ലവ് യു. പക്ഷേ ഇനി നേരിട്ട് കണ്ടാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ചിലപ്പോൾ എല്ലാം മറക്കും. അത്രയ്ക്കും വെറുക്കാൻ മാത്രമുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ആ പണ്ടുണ്ടായ ഒരു കണക്ഷൻ ഇപ്പം എനിക്കത് കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാന, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ഇത് നീ ആലോചിച്ചാണോ അത് എന്നെ കൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞു പറയിപ്പിച്ച തീരുമാനമാണോ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് തന്നെയാ നിന്റെ പ്രശ്നം. നീ ആയിട്ട് ഓരോന്നൊക്കെ ആലോചിക്കും, അതൊക്കെ സത്യമാണ് നീ തന്നെ വിചാരിക്കും. ലുക്ക്, യു നോ വാട്ട്, ഡാനി ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. ശരിയാ, അവൻ എനിക്ക് കുറേ അഡ്വൈസസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഡിസിഷനാ. നീ കൂടുതൽ അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെക്കട്ടെ? ഇല്ല, ടേക്ക് കെയർ, ബൈ. ഹേയ്, എന്തല്ല ജിതിൻ വിളിച്ചാ? വിളിച്ചായിരുന്നു. ആ, അതാ മോൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. താൻ എന്തിനാ ഇപ്പം ഈ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോണേ? ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ബ്ലോക്ക് ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ഹിം. എടാ, പെട്ടെന്ന് എനിക്ക് പറ്റുന്നില്ല. ആ, ബെസ്റ്റ്. എങ്കിൽ പിന്നെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനാ സമയം ഉണ്ടാവുള്ളൂ. എടോ, അവനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും താൻ തന്നെ തന്നെയാണ് ഇല്ലാണ്ടാക്കണത്. എടോ, ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എല്ലാവരും ഫേസ് ചെയ്യേണ്ട കാര്യം തന്നെയാണത്. നിങ്ങളിങ്ങനെ ഇത്ര വലിയ ബിൽഡപ്പ് ഒന്നും കൊടുത്ത് ഓവറാക്കാതെ ചുമ്മാ. എന്തുപറ്റി? സോൾവ് ആയില്ലേ? അതിന് ശരിയാവുന്ന തോന്നുന്നില്ല. അവൾ രണ്ടും കൽപ്പിച്ച. നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ മാത്രം സംസാരിക്കാതെ നേരിട്ട് സംസാരിച്ചൂടെ? അതിന് അവള് സമ്മതിക്കണ്ടേ? ഞാൻ കുറെ നോക്കിയതാ, അവൾക്ക് ഇനി എന്നെ കാണണ്ടെന്നാ പറയണേ. എനിക്ക് വേറൊരു റിലേഷനിൽ കയറി ഇടപെടുന്നതോ അഡ്വൈസ് കൊടുക്കുന്നതോ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ചോദിക്കാം, എന്താ ശരിക്കുള്ള പ്രശ്നം? എടാ, എനിക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലായിരുന്നു. അവൻ എപ്പോഴും അവൻ്റെ വർക്ക്. എടോ, അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയാലും ഒരു ടൈം എത്തുമ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഈഗോ പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പരസ്പരം സംസാരിച്ച് ഓക്കെ ആക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അതങ്ങോട്ട് വിട്ടേക്കണം. പിന്നെ അതിൻ്റെ പുറകെ നടക്കുന്ന ടൈം വെറും വേസ്റ്റാണ്. എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന ഒരു നോർമൽ പ്രോബ്ലം മാത്രമേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ. അവൾക്കൊരു ബ്രേക്ക് വേണം, ഒന്ന് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു എതിർപ്പും കൂടെ അത് ഓക്കെ പറഞ്ഞതാ. നിഷയ്ക്ക് അറിയാവോ, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടായിട്ടും അത് വിട്ട് ഇവിടെ വന്നൊരു ജോലി സെറ്റാക്കി അവളായിട്ട് സെറ്റിലാവുന്ന വിചാരിച്ച ആളാണ് ഞാൻ. എന്നിട്ട് കിട്ടിയതോ ഒരു മൊറ്റോർത്ത ജോലി, ഉടുക്കത്തെ സ്ട്രെസ്സും. നമ്മുടെ സ്ട്രെസ്സൊക്കെ പറഞ്ഞ് അവൾക്ക് മനസ്സിലാവോ? അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലോട്ടെ ഇനി അവൻ വന്നുള്ളൊരു പണി പണിത്. അത് ചോദിക്കാൻ ചെന്ന ഞാനോ സംശയക്കാരൻ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റിലേഷൻഷിപ്പിലൊക്കെ മൂന്നാമതൊരാൾ വന്നു ചേർന്ന പിന്നെ പ്രശ്നത്തോട് പ്രശ്നം. പറ്റുമെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്ക്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇതൊക്കെ എനിക്ക് അറിയണ കാര്യങ്ങളാണ്. നിഷയ്ക്ക് അറിയാവോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് നിഷ കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ശ്രേയ ഇങ്ങനെ കാണുന്നതിലൊരു വിഷമമുണ്ട്. ഡാനിക്ക് വിഷമമുണ്ടാവും, പക്ഷെ ചിലർക്കൊക്കെ സന്തോഷമായിരിക്കും. ലീവ് ഇറ്റ് മാൻ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് നൈറ്റ് നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാനുള്ളതാ. റിലേഷൻഷിപ്പിലായ പിന്നെ ഞങ്ങൾ ഒരുമിച്ചില്ലാത്ത അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ നാളത്തെ ആ ഒരു ദിവസം അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയാണ് കേട്ടോ. താൻ നാളെ തന്നെ അവളെ ചെന്നൊന്നു കാണ്. അവളെ വിളിച്ച് പെർമിഷൻ ചോദിക്കാൻ നിന്നാ വരണ്ടെന്നേ പറയുള്ളൂ. അവളുടെ മനസ്സിൽ എവിടെയെങ്കിലും തൻ്റെ വരവ് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഒന്ന് പോയി കണ്ടു നോക്ക്. ബാക്കി കാര്യം പിന്നെ നോക്കാടോ.
എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ മറന്നുപോയിന്ന്. അതൊക്കെ പറയാം, ഒരു സർപ്രൈസ് ആയാലോ? സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നീ പോയിട്ട് ആദ്യം ടൂർ കൊടുക്ക്. ഗിഫ്റ്റ് ആണോ? നീ പോയി തുറക്ക്. ആ, ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ഓഫീസ് ട്രിപ്പിലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ സർപ്രൈസ് തരാൻ പറ്റുമോ? എൻ്റെ ഗിഫ്റ്റ് എവിടെ? എന്നെക്കാൾ വലിയ ഗിഫ്റ്റ് കിട്ടാണ്ടോ നിനക്ക്? ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ തരാം. എന്താ ഗിഫ്റ്റ്? തരട്ടെ. താന്തോടെ? ഞാൻ ശ്രേയനെ കാണാൻ വന്ന് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഷീസിൻ്റെ മീറ്റിംഗ് അതായിരിക്കും. അല്ല, പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? അല്ല, നാളെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അവക്ക് തന്നെ കാണണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ? തന്നോട് ശ്രേയനെ വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി അവള് പറയട്ടെ. ഓക്കെ ഫൈൻ, ഞാൻ പറഞ്ഞേക്കാം. താൻ ഇതുവരെ പോയില്ലേ? ശ്രേയ അവള് നേരത്തെ തന്നെ കണ്ടിട്ട് പോളെന്നും പറഞ്ഞു പോയതാണല്ലോ. ഇല്ല, കണ്ടില്ല. ആ, ചിലപ്പോൾ തന്നെ കാണാൻ തോന്നി കാണില്ലായിരിക്കും. അവളെന്തായാലും പോയി, നീ ഇവിടെ എന്തൊരു വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ ബ്രോ. അവൻ്റെ ഒരു ശ്രേയ. പോവാം. യാ, പോവാം. ഹലോ. ഹലോ ശ്രേയ, ഇത് നിഷയാണ്. നിഷ? ജിതിൻ്റെ കൊളീഗ്. ആ നിഷ പറയ്. ഞാൻ വിളിച്ചത് അത് ജിതിന് വേണ്ടി വക്കാലത്ത് പറയുകയാണെങ്കിൽ നിഷ വെച്ചോളൂ, എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല, ജിതിന് തന്നെ നേരിട്ട് കണ്ടാൽ കൊള്ളുന്നുണ്ട്. അതിനവനൊരു അവസരം കൊടുത്തൂടെ? ഇനി ഞാൻ നേരിട്ട് കാണില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഇന്നലെ ഞാൻ അവൻ്റെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൻ വരുന്ന ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേ ആന്ന് പോലും അവൻ മറന്നു. അവൻ എന്നെ വിഷ് പോലും ചെയ്തില്ല. അയ്യോ അങ്ങനെയല്ല ശ്രേയ, അവൻ ഇന്നലെ വന്നിരുന്നു തന്നെ കാണാനായിട്ട്. താൻ ഏതോ മീറ്റിംഗിലായിരുന്നെന്നും അവനെ കാണാതെ പോയെന്നുമാണ് അവൻ പറഞ്ഞത്. എന്നെ ആരും കാണാൻ വന്നിട്ടുമില്ല, ഞാൻ കാണാൻ പോയിട്ടുമില്ല. അല്ല ശ്രേയ, അവൻ വന്നിരുന്നു. ശ്രേയയുടെ ഫ്രണ്ട് ഡാനി ഇല്ലേ, ഡാനി അവൻ കണ്ടിരുന്നു. ഡാനിയാണ് പറഞ്ഞത് ശ്രേയ അവനെ കാണാതെ പോയെന്ന്. ജിതിൻ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അതിലൊന്നും ഇടപെടാൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഒരു തേർഡ് പേഴ്സന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസിഷൻ എടുക്കരുത്. ശ്രേയ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രേയയുടെ സ്വന്തം ഇഷ്ടത്തിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ എന്ന്. അവന് തന്നെ ഒന്ന് കാണാൻ ഒരു അവസരം കൂടി കൊടുത്തൂടെ? എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്താടോ വിഷമിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ജിതിനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തോ അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പം മാറ്റങ്ങൾ. ആദ്യമൊക്കെ ഇങ്ങനെ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് പിന്നീട് അതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു. എടാ അവനെ ഞാൻ നേരിട്ട് പോയി കാണാല്ലേ? എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുക? എടാ താനിപ്പോൾ അവനെ പോയി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ താൻ എല്ലാ പ്രശ്നങ്ങളും മറന്ന് അവനോടൊരു സോഫ്റ്റ് കോർണർ വന്നി നിങ്ങൾ വീണ്ടും പഴയ പോലെയാവും. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെയും വരും. ഇതിലൊക്കെ നല്ലത് കാണാതിരിക്കണല്ലേ. താൻ ഈ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ആക്കിയില്ലേ? ഈയിടെ ഈ മെമ്മറീസ് ഒക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിലതൊക്കെ കറക്റ്റ് സമയത്ത് ഇറേസ് ചെയ്തില്ലെങ്കിൽ അത് ലൈഫ് ലോങ് കൂടെ കാണും. എനിക്ക് ഇത്രേ പറയുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഇഷ്ടം. ശ്രേയ, ശ്രേയ എന്താ കാണണോന്ന് പറഞ്ഞേ? ഡാനി, നീ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ശ്രേയ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ എനിക്ക് ഇന്ന് ഇവിടെ വെച്ച് തിരുത്തണം. തെറ്റോ? എന്ത് തെറ്റ്? മനസ്സിലായില്ല. ഇന്നലെ ജിതിൻ എന്നെ കാണാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഓ ജിതിൻ, യാ ശ്രേയ അടുത്ത് പറയാൻ മറന്നു. യാ ജിതിൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രേയ സമയത്ത് എന്തോ മീറ്റിങ്ങിലായിരുന്നു. ഞാൻ അവനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും അവൻ പോയിരുന്നു. ശ്രേയയ്ക്ക് അവനെ കാണാൻ താല്പര്യമില്ലായിരുന്നല്ലോ. അതാ പിന്നെ ഞാൻ പറയാതിരുന്നേ. ആഹാ, എൻ്റെ താല്പര്യങ്ങളൊക്കെ ഡാനിയാണോ തീരുമാനിക്കുന്നത്? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. എൻ്റെ താല്പര്യങ്ങളൊക്കെ ഡാനിയാണോ തീരുമാനിക്കുന്നത്? ഡാനി, ഞാൻ തകർന്നു പോയ കുറേ സമയങ്ങളിൽ ഡാനി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നന്ദി എനിക്ക് ഡാനിയോട് ഇപ്പോഴും ഉണ്ട്. ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ നിന്നോട് എല്ലാം ഓപ്പണായിട്ട് പറയുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ മൊത്തം ഡാനി ഏറ്റെടുക്കണമെന്നില്ല. ആ തെറ്റ് എനിക്ക് ഇന്ന് ഇവിടെ തീർക്കണം. ജിതിൻ ഞാൻ പറഞ്ഞിട്ട് വന്നതാ. അവനോട് സംസാരിക്കാൻ എനിക്ക് തേർഡ് പേഴ്സൻ്റെ ആവശ്യമില്ല. സോ ഡാനിക്ക് പോവാം. ഇനി പറയാം, കേൾക്കാം.